അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നമായി കാണുന്നവരുണ്ട്. വലിയ പ്രശ്നം പോലും ചെറിയ പ്രശ്നങ്ങളായി കാണുക എന്നുള്ളതാണ് നാം എപ്പോഴും ശീലിക്കേണ്ടത്. ചെറുതിനെ വലുതാക്കലല്ല, വലിയ പ്രശ്നങ്ങളെ ചെറുതാക്കുക. ദുനിയാവ് പ്രശ്നങ്ങളുടെ ലോകമാണ്. അപ്പോൾ ഏതായാലും വലിയ വലിയ പ്രശ്നം വന്നാൽ പോലും അതിനെ ചെറിയൊരു നിലക്ക് നാം തരണം ചെയ്യാൻ നമ്മെക്കൊണ്ട് കഴിയണം. അള്ളാഹു നമുക്കൊക്കെയും നല്ലത് ചിന്തിക്കാനും നല്ലത് ചെയ്യാനും തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ചും ഉമ്മമാർ, സ്ത്രീകൾ നിസ്സാര പ്രശ്നങ്ങളെ വലിയ പ്രശ്നമായി കാണുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരുടെ ഭരണ മേഖല എവിടെയാണ്? അവരുടെ അടുക്കളയാണ്, വീടാണ്, അല്ലേ? വൽ മർഅത്തു റായിയത്തുൻ, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീടിനെ സംരക്ഷിക്കേണ്ടവളാണ്. പെണ്ണിൻ്റെ ഉത്തരവാദിത്വം വീട് സംരക്ഷിക്കുക, വീടിൻ്റെ ഉള്ളിൽ ശരിയായി നോക്കുക, അതിനെ നല്ല നിലയ്ക്ക് കൊണ്ട് നടത്തുക എന്നുള്ളതാണ് ഒരു പെണ്ണിനിക്കുള്ള ഉത്തരവാദിത്വം. ആ പെണ്ണിനിക്ക് ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യത്തിൽ തന്നെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഇത് വലിയൊരു പ്രയാസമായി എന്തോ സംഭവിച്ചതുപോലെ പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അഥവാ ഉദാഹരണത്തിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, നമ്മുടെ മക്കൾ, അവരുടെ ചെറിയ പ്രായമായിരിക്കാം, ആ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉമ്മാനെ വേണ്ടുന്നതുപോലെ അവർ പരിഗണിച്ചില്ലെങ്കിൽ, അഥവാ ചെറിയ കുട്ടികളാണ്, ഉമ്മ പറഞ്ഞതുപോലെ പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ അനുസരിച്ചില്ലെങ്കിൽ ആ ഉമ്മ പെട്ടെന്ന് പറയുകയാണ്, എന്നെ അല്ലാഹു തആലാക്ക് ജീവിപ്പിക്കേണ്ടിയില്ലായിരുന്നു, എന്നെ മരിപ്പിച്ചില്ലെങ്കിൽ നന്നായിരുന്നു. നോക്കണം നിങ്ങൾ. അഥവാ ഒരു കുട്ടിയുടെ ചെറിയൊരു പ്രയാസം, ആ ചെറിയൊരു പ്രശ്നം, അത് തരണം ചെയ്യാൻ ഒരു ഉമ്മാക്ക് കഴിയുന്നില്ല. അതേപോലെ തന്നെ ഒരു രോഗം വന്നാൽ, ചെറിയ രോഗം വന്നാൽ തന്നെ ഈ രോഗം എനിക്ക് തരേണ്ടിയില്ലായിരുന്നു. അഥവാ ഉദാഹരണത്തിന് പല്ല് വേദന, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിനൊരു വേദന എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരുപക്ഷെ വേദന എന്ന് പറയുമ്പോൾ ബാഹ്യമായി നാം ചിന്തിക്കുമ്പോൾ നല്ല വേദന ഉണ്ടായേക്കാം. എന്നാൽ പോലും ഒരു രോഗം വന്നപ്പോൾ എന്നെ അല്ലാഹു തആലാക്ക് ഇങ്ങനെ രോഗിയാക്കുന്നതിനേക്കാളും എന്നെ മരിപ്പിക്കാമായിരുന്നു, എനിക്കിവിടെ ജീവിതം മടുത്തുപോയി, എനിക്ക് ദുനിയാവ് വേണ്ടായിരുന്നു, എന്നെ അല്ലാഹു തആലാക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിപ്പിച്ചില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും നമ്മുടെ ഉമ്മമാർ പറയുന്നുണ്ടോ എന്ന് ആലോചിക്കണം. വേറെ ഏതൊരു വിഷയത്തിലും ഒരു ഭർത്താവിൻ്റെ സ്വഭാവം, ഞാനതിലേക്കൊന്നും വിശദമായിട്ട് കടന്നാൽ ഒരുപാട് പറയേണ്ടി വരും. ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സമയത്തും നാം ഇഷ്ടപ്പെട്ടതുപോലെ, നാം വിചാരിച്ചതുപോലെയുള്ള സ്വഭാവം ഉണ്ടായിക്കൊള്ളുന്നില്ല. നാം ഇവിടെ ചിന്തിക്കണം, നമ്മുടെ ഉമ്മമാർക്ക് സ്വന്തം വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും വേണ്ടുന്നതുപോലെ കൈകാര്യം ചെയ്യാനും അതിനെ നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം വീട് മാത്രമല്ലല്ലോ, മറ്റുള്ള പല മേഖലയിലും അവർ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് പലതും ചിന്തിക്കാനുണ്ടാകും. അവർക്ക് അവരുടെ ജോലിയും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള പല കാര്യങ്ങളും, അവരെ ജോലിക്ക് നിർത്തിയവർ അവരോട് ഏൽപ്പിച്ച ഓരോരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, അവരെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട, നിയന്ത്രിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ചിന്തിക്കേണ്ടവരാണ് പുരുഷന്മാർ എന്നുള്ളത്. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ സ്ത്രീകൾക്ക് തോന്നിപ്പോകരുത് ഞങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനൊന്നും ഇല്ലേ, ഞങ്ങൾക്ക് കൂടുതൽ ജോലിയൊന്നും ഇല്ലേന്ന് ചിന്തിക്കരുത്. ജോലികളൊക്കെ ഉണ്ട്. എന്നാലും നിസ്സാരമായൊരു പ്രശ്നം വരുമ്പോൾ പോലും അതിനെ വേണ്ടുന്നതുപോലെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട്
നിസ്സാര ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഞാൻ ഇവിടെ ജീവിക്കേണ്ടിയില്ലായിരുന്നു, എന്നെ അള്ളാഹു താലാക്ക് മരിപ്പിക്കാമായിരുന്നു എന്ന് ആരും പറയരുത്. സ്ത്രീകൾ മാത്രമല്ല, ചില പുരുഷന്മാരുമുണ്ട് രോഗം വന്നാൽ, ചെറിയ രോഗം വന്നാൽ, അതല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ അവരുടെ ജോലികളിൽ ചിലപ്പോൾ വേണ്ടുന്ന പോലെ അവർ വിചാരിച്ചതുപോലെ ആയില്ല എങ്കിൽ ഇങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും മരണത്തെ കൊതിക്കാൻ പാടില്ല. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ്, ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത ലിദുർരിൻ അസ്വാബഹു. ഒരു പ്രയാസം എത്തിയതിന് വേണ്ടി നിങ്ങളൊന്ന് ഒരാളും മരണം കൊതിക്കരുത്. ഈ എന്നെ മരിപ്പിച്ചില്ലെങ്കിൽ വേണ്ടില്ലായിരുന്നു, എനിക്ക് ദുനിയാവ് വേണ്ടില്ലായിരുന്നു പറയാൻ എളുപ്പമാണ്. ഈ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ അല്ലാഹു തആല മരിപ്പിച്ചതിന് ശേഷം, നാം മരിച്ചതിന് ശേഷം അങ്ങോട്ടുള്ള ജീവിതം എന്താണ് അതും കൂടി ചിന്തിക്കണ്ടേ? എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം എന്താണ്? അവിടെ എങ്ങനെയാണ് എൻ്റെ ജീവിതം? അവിടെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമാണോ? അവിടെ നമുക്ക് നല്ല സുഖത്തിൽ കിടക്കാമെന്നാണോ ഞാൻ വിചാരിക്കുന്നത്? അല്ല, അവിടെ എത്ര നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട്. അതൊന്നും ചിന്തിക്കാതെ ഇവിടെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ ഒന്ന് മരിപ്പിച്ചാൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനിക്കുണ്ടായിക്കൂടാ. ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത ലിദുർരിൻ അസ്വാബഹു. ഒരു പ്രയാസമെത്തിയാൽ ആ ഒരു കാരണം കൊണ്ട് നിങ്ങളൊന്നും ഒരാളും മരണത്തെ കൊതിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ഇനി അവസാനം അഥവാ ഒരു നിലക്കും നമുക്ക് ജീവിതമില്ല, ആ നിലക്കുള്ള രോഗം വന്നു, വല്ലാത്ത രോഗത്തിൽ ഇനി ഒരു നിലക്കും ജീവിതത്തിൽ മടങ്ങുകയില്ല, വല്ലാത്ത വേദനയാണ്, ആ നിലക്കുള്ള ജീവിതമാണെങ്കിൽ ഫഇൻ കാന ലാ ബുദ്ദ ഫായിലൻ ഫൽയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ. ഇങ്ങനെ പറയാമെന്നല്ലാതെ, അഥവാ ഞാൻ എന്താണ് പറഞ്ഞത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാൾക്ക് ഒരു നിലക്കും ഇവിടെ പ്രയാസങ്ങൾ സഹിച്ച് ഒരുപാട് രോഗങ്ങൾ വന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തിനിക്ക് പറയാം, അല്ലാഹുവേ എന്നെ നീ ജീവിപ്പിക്കണം. അന്നേരം ദ്വാരക്കേണ്ടത് എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ, മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ, എനിക്ക് ജീവിതം ഖൈറാണെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ. അതല്ല, ഞാൻ അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ്, ഇനി എനിക്ക് ജീവിതത്തിലേക്ക് വരും എന്നുള്ളത് ഒരു പ്രതീക്ഷയും ഇല്ല. അങ്ങനെയാണെങ്കിൽ വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, എനിക്ക് മരണം ഖൈറാണെങ്കിൽ നീ ഈമാനോടുകൂടി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. മരണം ഖൈറാണെങ്കിൽ എന്നെ നീ മരിപ്പിക്കണേ, അതല്ല എനിക്ക് ജീവിതം തന്നെ ഖൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ എന്ന് ദുആ ചെയ്യണമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു കാരണവശാലും മരണത്തെ നാം കൊതിക്കരുത്. എന്നെ മരിപ്പിക്കണമായിരുന്നു, എന്നെ മരിപ്പിച്ചില്ലെങ്കിൽ നന്നായിരുന്നു, എനിക്ക് ദുനിയാവ് വേണ്ടില്ലായിരുന്നു, ഈ നിലക്കുള്ള വാക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതേ സമയത്ത് ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാൽ അതൊക്കെ തരണം ചെയ്യാനുള്ള നല്ല ഹിമ്മത്ത് നമുക്കെപ്പോഴും ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി നമുക്കെയും മുൻപന്തിയിലുണ്ടാവണം. വരുന്ന പ്രയാസങ്ങളൊക്കെയും നേരിട്ട് അതിൽ നിന്നെല്ലാം വിജയിക്കാനും അതിൽ നിന്നെല്ലാം നല്ല നിലയ്ക്ക് നമുക്ക് മുന്നേറാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. അതേസമയത്ത് ധാരാളം ആളുകൾ, ധാരാളം സ്ത്രീകൾ, ധാരാളം പുരുഷന്മാർ കുടുംബപരമായിട്ടും മറ്റുള്ള പല നിലക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നവരുണ്ട്. അർഹമുർ റഹീമീന റബ്ബേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമീന റബ്ബേ,
അവരുടെയൊക്കെയും രോഗം നീ ശിഫ നൽകണം റഹ്മാനെ. നല്ല ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സർവ സഹോദരന്മാരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ. എല്ലാ നിലക്കും സന്തോഷം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.